കൈരളി കതിർ പുരസ്കാര സമർപ്പണത്തിൻ്റെ ധന്യമായ പരിപാടി സാർത്ഥകമാക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും കൈരളിക്ക് വേണ്ടി ഞാൻ സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കണമെന്ന തീവ്രമായ അഭിലാഷത്തോടെയാണ് കർഷകരെ അംഗീകാരത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും പ്രഭയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടിയുടെ വറ്റാത്ത മനീഷയിൽ ഉടലെടുത്ത ഒരാശയമാണ് ഈ കതിർ അവാർഡ്. അത് പ്രഗത്ഭനായ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് വെള്ളമേകുകയും കൃതഹസ്ഥരായ ഡോക്ടർ KR വിശ്വംഭരൻ, ഡോക്ടർ അഹമ്മദ്, സിദ്ധാർത്ഥ മേനോൻ, R ഹേലി എന്നിവരുടെ നേതൃത്വത്തിൽ വളർത്തുകയും അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല പുരസ്കാരങ്ങളിലൊന്നായി മാറുകയും ചെയ്ത ഒന്നാണ് കതിർ പുരസ്കാരം. മികച്ച കർഷകൻ, മികച്ച കർഷക, പരീക്ഷാത്മക കർഷകൻ, മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വേറിട്ട ഒരു കർഷകൻ എന്നീ മേഖലകളിൽ അറിയപ്പെടുന്ന സേവനങ്ങൾ സമർപ്പിക്കുകയും മറ്റ് കർഷകർക്ക് മാതൃകയാകുകയും ചെയ്ത കർഷകരെയാണ് ഈ വേദിയിൽ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. കൈരളിയെ സംബന്ധിച്ചിടത്തോളം കൈരളിയുടെ പുരസ്കാരങ്ങളെല്ലാം വേറിട്ട പുരസ്കാരങ്ങളാണ്. ഞങ്ങളുടെ ചെയർമാൻ ചലച്ചിത്ര ലോകത്ത് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ആളാണെങ്കിലും അങ്ങനെ ജനകീയമായ ഒരു പുരസ്കാരങ്ങളല്ല കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം തന്നെയാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ വേറിട്ട മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് ആതുര സേവന രംഗത്തെ ഡോക്ടറാവാം, ഏറ്റവും പുതിയ സംരംഭകയാകാം, ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവരാവാം. അത്തരത്തിലുള്ള എല്ലാ പുരസ്കാരങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ ഈ ധന്യമായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ നടനും മലയാളത്തിൻ്റെ മഹാനടനും എന്നാൽ ഞങ്ങളുടെ ചെയർമാനുമായ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ ഈ വേദിയിലേക്ക് സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സ്വയം കർഷകനായ, തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം എങ്ങനെ കൃഷി പ്രവൃത്തിയെ വീണ്ടെടുക്കാം എന്ന് തെളിയിക്കുന്ന പ്രിയങ്കരനായ കൃഷിമന്ത്രി P. പ്രസാദാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ആമുഖ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായ ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ A. വിജയരാഘവനാണ്. വിജയരാഘവനെ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഏത് പരിപാടിയും ആശയം കൊണ്ട് മാത്രം നിലനിൽക്കുകയില്ല, അത് പ്രവർത്തന നിരതമാകണം. ആ പ്രവർത്തന നിരതമാകണമെങ്കിൽ അതിന് ഒരു നേതൃത്വം നൽകണം. അങ്ങനെ കൈരളി TVയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട MD ജോൺ ബ്രിട്ടാസാണ് ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ഒരു നടൻ എന്നുള്ള നിലയിൽ ദേശീയ അവാർഡ് വരെ വാങ്ങുകയും അതിനുശേഷം അദ്ദേഹം കൃഷിയിൽ വ്യാപൃതനാകുകയും ഉന്നതനായ ഒരു കർഷകനായി മാറുകയും ചെയ്ത ശ്രീ സലീം കുമാർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ കലാരംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന നാടൻപാട്ടിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വന്ന ശ്രീമതി പ്രസീത ചാലക്കുടി ഈ വേദിയിലുണ്ട്. പ്രസീതയെ സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് ഈ കതിർ പുരസ്കാരം ഇവിടെ നൽകുന്നത് വളരെ നിഷ്പക്ഷമായി ഇതിനെ കർഷകരെ വിലയിരുത്തുകയും അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ജഡ്ജ്മെൻറ്റ് കമ്മിറ്റി ആണ്. ആ ജഡ്ജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രിയപ്പെട്ട MLA ശ്രീ IB സതീഷ് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ
സവിനയം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജൂറി അംഗമായിട്ടുള്ള ശ്രീ ജി ഉണ്ണികൃഷ്ണൻ നായരുമുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യട്ടെ. പിന്നീട് ഈ വേദിയിലുള്ളത് ഞങ്ങളുടെ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് എം മോനായി, അഡ്വക്കേറ്റ് CK കരുണാകരൻ എന്നിവരാണ്. രണ്ടുപേരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഈ നിറഞ്ഞ തരത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരോടും കൈരളി ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന പ്രായോജകർ ഇവിടെയുണ്ട്. അവരെയും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെയൊക്കെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം 4 വിജയികളുണ്ട്. ആ വിജയികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.